നമ്മളിന്ന് പോകുന്നത് നമ്മൾ നീലേശ്വരത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. നീലേശ്വരം കോട്ടപ്പുറത്തിൽ ഇപ്പം പുതിയൊരു സംരംഭം വന്നിട്ടുണ്ട്. നമ്മൾ ഹൗസ് ബോട്ട് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പം കുറച്ച് മാസങ്ങളായി. പക്ഷേ ഇപ്പോൾ ഹൗസ് ബോട്ടൊക്കെ വരാൻ തുടങ്ങി. നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നേരെ കോട്ടപ്പുറത്തേക്ക് കോട്ടപ്പുറം നമ്മൾ ആനച്ചാൽ വഴി നേരെ പോയി നമ്മൾ ആനച്ചാൽ കഴിഞ്ഞ് നമ്മൾ ആ ടൗൺ ഹാളെത്തി. പുതിയ ടൗൺ ഹാളാണ് കോട്ടപ്പുറത്തുള്ളത്. അപ്പോൾ കോട്ടപ്പുറത്തെ അമ്പലത്തിൻ്റെ സ്കൂളിൻ്റെ ഇടയിലെ ഒരു റോഡുണ്ട്. അതാണ് നമ്മൾ ഹൗസ് ബോട്ട് ടെർമിനലിലേക്ക് വന്ന പ്രധാന റോഡിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, പണി നടന്നുകൊണ്ടുണ്ട്. അങ്ങനെ പോയിൻ്റെ സൈഡിലെ ഒരു നല്ലൊരു റോഡാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കോട്ടപ്പുറത്തെ ടർഫ് കഴിഞ്ഞിട്ട് കുറച്ച് നേരെ പോയി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ മെയിൻ കവാടത്തിലേക്ക് എത്തി. അതിൻ്റെ സൈഡിൽ തന്നെ കാർ പാർക്ക് ചെയ്ത് നേരെ ടെർമിനലിലേക്ക് നടന്ന് കേരളീയ വാസ്തു ശില്പി പ്രകാരമുള്ള നല്ല ഓടിട്ട ഇതിലാണ് ഇത് സംഭവം റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ എൻട്രൻസിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈഡർ, അതുപോലെ ചെറിയ 2-3 തൊട്ടിൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുട്ടികളെ കളിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് നേരെ ഉള്ളിലേക്കുള്ള മെയിൻ കവാടമാണ്. അതുപോലെ ആ കവാടത്തിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് 2-3 ഊഞ്ഞാൽ, നമുക്കിങ്ങനെ ആടാൻ വേണ്ടിയുള്ള ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആടാൻ പറ്റിയ കുറച്ച് നല്ല ഇതിലുള്ള ക്വാളിറ്റിയില്ല തന്നെ. പിന്നെ അതിൻ്റെ നടവഴിയുണ്ട്. ഏകദേശം നല്ല ഒരു കുറച്ച് നടന്ന് പോകാൻ ദൂരം. അതിൻ്റെ സൈഡിലായിട്ട് നല്ല ആൾക്കാർക്ക് വന്നാൽ ഇരിക്കാനുള്ള ബെഞ്ച്, നല്ല കരിങ്കല്ലിനോടുള്ള ബെഞ്ച്, പിന്നെ ഫോട്ടോഷൂട്ട് അതിന് പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ. പിന്നെ ഒരു ഈവനിങ് എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിങ്ങനെ നടക്കാനുള്ള നടവഴിയെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നല്ല കാഴ്ചയാണ്. പുറത്തേക്ക് നോക്കുമ്പം സൂര്യാസ്തമയം, അതുപോലെ ഒരുപാട് ഹൗസ് ബോട്ട് ഇപ്പോൾ കുറവാണ്. സാധാരണ ഈ ഏരിയയിൽ ഏകദേശം 40-45 ഹൗസ് ബോട്ട് ഈ ഏരിയയിൽ തന്നെയുണ്ട്. ഒരുപാട് സഞ്ചാരികളും വിദേശികളും എല്ലാവരും ഇപ്പം ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേമസ് ഹൗസ് ബോട്ട് പ്ലേസ് തന്നെയാണ് ഇപ്പം കോട്ടപ്പുറത്തുള്ളത്. അതുപോലെ വൈകുന്നേരം ഈവനിങ് നല്ല വൈബാണ്. അങ്ങനെ ആ ഒരു സൂര്യാസ്തമയവും കാര്യങ്ങളും കാണാൻ തന്നെ നല്ല രസമാണ്. ഏകദേശം 8 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഏകദേശം 8 കോടി രൂപയുടെ ചിലവുണ്ട്. അതുപോലെ പോകാത്തവരൊന്ന് പോയിട്ട് കാണാം. നല്ല രസമുള്ള സ്ഥലമാണ്. നമ്മുടെ നാട് തന്നെയാണ് കോട്ടപ്പുറം.